എനിക്കൊരു ലക്ഷം തരാണ്ട് നിനക്ക് 1,00,000 തരാണ്ട് തൊട്ടാ അയാളെ കയ്യിൽ 1,00,000 വന്നു കഴിഞ്ഞാൽ ആർക്കായിരിക്കും ആദ്യം തരിക? ബിസിനസ് ടു ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം. അതും സിമ്പിൾ പറയുകയാണെങ്കിൽ 24 hours അവരെ പ്രൊഡക്ട്സ് സെല് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോം. മിൽക്സ് സപ്ലൈ ചെയ്യുന്നവർക്കൊന്നും ചിലപ്പോൾ മേ ബി ഇതിന്റെ ഒരു ആവശ്യകത അത്രത്തോളം ഉണ്ടാവില്ല. ഈ സിംഗിൾ വണ്ടറിൽ തന്നെ നമുക്ക് ഏതൊക്കെ വെർട്ടിക്കൽസിൽ നമുക്ക് അപ്ഡേറ്റഡ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റും? ഇവർ ത്രൂ ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നോർമൽ പ്രൈസ്, ഇതിൽ കൂടെ ചിലപ്പോൾ ഒരു 0.5% ഡിസ്കൗണ്ട് കിട്ടും നിങ്ങൾക്ക്. ഇതിൽ കൂടെ ഓർഡർ ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും ബോണസ് കിട്ടും, അല്ലെങ്കിൽ കൂപ്പൺസുകളോ അല്ലെങ്കിൽ പോയിന്റുകളൊക്കെ അഡീഷണലി കൊടുത്ത് ഇവരെ എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ആക്കുമ്പോൾ ഒരു പരിധി വരെ ഒരു 80% ആൾക്കാർ ഇതിൽ വിളിച്ചിട്ട് ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടോ നമ്മൾ വെച്ചാൽ. അപ്പോൾ ഇവരുദ്ദേശിക്കുന്ന അതാണോ ചിലപ്പോൾ മാറും. ഈ സാധനം ലൈവായിട്ട് പിക്ചറിൽ വീഡിയോയിൽ ഇത് കാണുകയാണ്. ഓക്കെ വെൽക്കം ഓൾ. ഇന്ന് നമ്മുടെ ടോട്ടലെക്സിന്റെ ഇ-കൊമേഴ്സ് സീരീസിന്റെ 3ാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മാർക്കറ്റിംഗ് ടെക്നിക്സിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അടുത്ത എപ്പിസോഡിൽ ടൈപ്സ് ഓഫ് ഇ-കൊമേഴ്സ് ബിസിനസ് കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് B2B വെച്ചിട്ട് തന്നെ തുടങ്ങാം. തീർച്ചയായിട്ടും B2B ഒരു വലിയൊരു സെഗ്മെന്റ് തന്നെയാണ്, നല്ല ഓപ്പർച്യൂണിറ്റി ഉള്ള നല്ലൊരു. അപ്പോൾ നമ്മൾ അടക്കം ചെയ്യുന്നത് B2B ബിസിനസ് ആണ്. നമ്മള് സോഫ്റ്റ്വെയർ ബേസ്ഡ് ആണ്, സർവീസ് ബേസ്ഡ് ആണ്. അപ്പോൾ എന്താണ് ആക്ച്വലി B2B ബിസിനസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? B2B ബിസിനസ് ഇ-കൊമേഴ്സ് മേഖലയിൽ വരുമ്പോൾ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? ഇ-കൊമേഴ്സ് മേഖലയിൽ വരുമ്പോൾ ഇപ്പോൾ ഉള്ള കറന്റ് ഉള്ള ഹോൾസെയിൽ ബിസിനസ് ആയിരിക്കുകയാണെങ്കിലും ഇവരെ സിസ്റ്റമാറ്റിക് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സ് നമുക്ക് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. 24 hours ഒരു സിമ്പിൾ പറയുകയാണെങ്കിൽ 24 hours അവരെ പ്രൊഡക്ട്സ് സെല് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോം. അതും ഓൺലൈനിൽ ഇ-കൊമേഴ്സ് മേഖലയിൽ നമുക്ക് ഇപ്പോൾ അവർക്ക് ഓണായിട്ട് ചെയ്യാം, അതല്ലെങ്കിൽ ഏതെങ്കിലും തേർഡ് പാർട്ടിനെ കണക്ട് ചെയ്യാം. തേർഡ് പാർട്ടി എന്ന് വെച്ചാൽ മൾട്ടി വെണ്ടർ സെല്ലേഴ്സിനെ കണക്ട് ചെയ്യാം. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ ഒരു വെർട്ടിക്കലിനെയാണ് ആക്ച്വലി B2B ഹോൾസെയിൽ ബിസിനസ്സുകാർക്ക് വേണ്ടിയിട്ടാണ്, ബിസിനസ് ടു ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം. അതും ഡെവലപ്പ് ചെയ്യുന്നതിന് നമുക്ക് എന്താണ് ഓൺലൈനിലേക്ക് മാറ്റുന്നതിന് നമുക്ക് എന്താണ് B2B ബിസിനസ്സിലേക്ക് ഓൺലൈൻ ഇ-കൊമേഴ്സിലേക്ക് മാറ്റുന്നതിനാണ് ആ ഒരു രീതിയിലേക്ക് നമുക്ക് ടേംസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതാണ് മാക്സിമമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. B2B എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബിസിനസ് ടു ബിസിനസ് എന്നുള്ള കൺസെപ്റ്റ് ആണ്. അപ്പോൾ അതിൽ തന്നെ ഒരുപാട് സെഗ്മെന്റ്സ് ഉണ്ട് B2B തന്നെ. അപ്പോൾ അതിലേതൊക്കെ സെഗ്മെന്റ്സ് നമുക്ക് ചെയ്യാൻ? പ്രധാനപ്പെട്ട ഒരു 3 സെഗ്മെന്റ് ആണ് എൻ്റെ ഒരു ഫസ്റ്റ് ലുക്കിൽ എനിക്ക് തോന്നുന്നത്. ഒന്നുള്ളത് മൾട്ടി വെണ്ടർ B2B കൺസെപ്റ്റ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സിംഗിൾ വെണ്ടർ കൺസെപ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അത് തന്നെ സിംഗിൾ വെണ്ടറിന്റെ വേറെ വെർട്ടികളാണ്. അപ്പോൾ അവരെ എക്സിക്യൂട്ടീവ്സിന് മാത്രമായിട്ടുള്ള ഒരു സിസ്റ്റം, അവിടെ ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റം, അവർ സ്റ്റോക്കുകൾ മെയിൻറ്റെയിൻ ചെയ്യാനും അവർക്ക് അപ്ഡേറ്റുകൾ. കാരണം പല എക്സിക്യൂട്ടീവ്സുകൾ ഉണ്ടാവും. ഒരു പല വിങ് കൂടെ പോകുമ്പോഴും ഇവർക്ക് ലൈവ് ഡാറ്റാസ് അപ്ഡേറ്റ്സുകൾ, സ്റ്റോക്ക് അപ്ഡേറ്റ്സുകൾ, കാര്യങ്ങളും ഓർഡർ ബുക്ക് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റം ഒരു വേറെ വെർട്ടികൾ അവിടെ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൽ പ്രധാനപ്പെട്ട ഇതിൻ്റെ ഒരു ഇതിൽ ഒരു 3 ഞാൻ കാണുന്നത്. അതിലാണ് നമുക്ക് നല്ല പെർഫോമൻസ് ചെയ്യുന്ന കമ്പനീസുകളുണ്ട് മാർക്കറ്റിൽ. അപ്പോൾ അതിൽ B2Bൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ മൾട്ടി വെണ്ടറിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ വരുന്നത് ഒന്ന് അലിബാബ ഒരു ഓപ്ഷൻ ആണ്. അതൊരു വേൾഡ് വൈഡ് പ്ലാറ്റ്ഫോം. അതെ, ഉഡാൻ അതിൻ്റെ ഒരു ഇന്ത്യൻ വേർഷൻ ആണ്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് ആമസോണിന്റെ പ്രൊഡക്ട്സ് ഉണ്ട്. അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിന്റെ ഹോൾസെയിൽ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ട്. ഇങ്ങനെ തന്നെ പല കൺസെപ്റ്റുകളുണ്ട്. ഇന്ത്യയിൽ തന്നെ ഒരുപാട് പ്രൊഡക്ട്സ് മോഡലുകളുണ്ട്. പല ഇതിലും പല മോഡലാണ് പല ആൾക്കാർ യൂസ് ചെയ്യുന്നത്, വെർട്ടിക്കലും മാറുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ആ ഒരു മേഖലയിലേക്ക് വരുന്നുണ്ട്. തീർച്ചയായും. ഇപ്പോൾ മൾട്ടി വെണ്ടറിൽ B2Bനെ സ്പെഷ്യലൈസ് ചെയ്ത് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ബിസിനസ്സുകാരെ എംപവർ ചെയ്യാനും അവരെ ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരു ഷോപ്പിന് അടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്ന് മാത്രമായിരിക്കും, ഒരു ഹോൾസെയിൽ ഷോപ്പിൽ നിന്ന് മാത്രമുള്ള കണക്ഷനെ ഇപ്പോൾ ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യയിൽ ഇപ്പോൾ ഡൽഹിയിൽ നിന്നാവട്ടെ ഏത് ഇതിൽ നിന്നാവട്ടെ സംസ്ഥാനത്ത് നിന്നാവട്ടെ ആ ഒരു പ്രൊഡക്ട്സ് അവിടുത്തെ അവൈലബിലിറ്റി ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കിനെ അതാത് സ്ഥലത്തേക്ക് എത്തിക്കാനുള്ള സപ്പോർട്ടിങ് ആൾക്കാർ സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ട്രഡീഷണൽ ബിസിനസ് സ്റ്റൈലിൽ നിന്ന് ഇ-കൊമേഴ്സ് മേഖലയിലും കൂടി സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാർക്കറ്റിന്റെ ഓഡിയൻസ് ഏരിയ റേഡിയസ് വൈഡ് ആക്കാനായിട്ട് നമുക്ക് ഇ-കൊമേഴ്സ് യൂസ് ചെയ്യുന്ന ആളുകൾ. അത് നല്ലൊരു പെർഫോമൻസ് ബിസിനസ്സിൽ മാറ്റം വരുത്താൻ പറ്റും. അത് എന്ന് പറയുമ്പോൾ ലാർജ് സ്കെയിലിൽ പ്ലാൻ ചെയ്തിട്ട് ചെയ്യേണ്ടത് തന്നെയാണ്. പിന്നെ അതിൽ പല തന്നെ EMI ഓപ്ഷൻസുകൾ, ക്രെഡിറ്റ് ഓപ്ഷൻസുകൾ, ഇത് പല കമ്പനീസുകൾ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കൊടുക്കാനുള്ള തയ്യാറാകുന്നുണ്ട്. കാരണം അവർ സിവിൽ സ്കോറും കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ട് മറ്റേത് അങ്ങനെ ആകുമ്പോൾ ഒന്നും കൂടി ഈസിയാണ്. ട്രസ്റ്റ് ഇവിടെ ബിൽഡ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ പറ്റുന്നുണ്ട്. നമുക്കിപ്പോൾ ഡൽഹിയിലത്തെ ഒരു പ്രൊഡക്ട്സ് ആക്ച്വലി ഒരു സാധാരണ കേരളത്തിലൊരു സാധാരണ ഒരു ഗ്രാമത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് ആക്സസിബിലിറ്റി വളരെ ലിമിറ്റാണ്. അത് ചിലപ്പോൾ 1 man ഷോ ആയിരിക്കും കളിക്കുന്നതായിരിക്കും.
അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഇവിടെ വെക്കേറ്റ് ചെയ്തിട്ട് അവിടെ പോയിട്ട് പർച്ചേസ് ചെയ്ത് വരുന്ന ടൈം ഡ്യൂറേഷന് ഇതൊക്കെ അവിടെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും, ആ ടൈമിങ് കാര്യങ്ങളെല്ലാം. കാരണം പ്രൊഡക്ട്സ് കാണുന്നു, അവർക്ക് ഇഷ്ടപ്പെട്ടു, ഒരു സാമ്പിൾ ഓർഡർ ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്നു, ശേഷം ഇത് ഇവിടെ എത്തുന്ന രീതിയിൽ അതിൽ EMI ഫെസിലിറ്റീസ് എത്തുന്ന പല കമ്പനീസിനെയും കണ്ടിട്ടുണ്ട്. തീർച്ചയായും മീഡിയേറ്റേഴ്സ് ആയിട്ട് ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഇതിന്റെ ഇടയിൽ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ പേയ്മെന്റിനായിട്ടും EMI-ക്കായിട്ടും അതുപോലെ തന്നെ ഒരുപാട് പ്ലാറ്റ്ഫോംസ് സപ്പോർട്ടീവ് ആയിട്ടും ഇപ്പോൾ മുന്നോട്ട് വരുന്നുണ്ട് ഒരുപാട്. അപ്പോൾ ആ ഒരു മോഡലിൽ ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു വേറെ തന്നെ വെർട്ടികളാണ്. ഇത് നല്ല നമുക്കൊരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചിന്തിച്ച് നമുക്കൊരു വൈഡ് ഒരു സ്റ്റാർട്ടപ്പ് എന്നുള്ള കൺസെപ്റ്റിൽ കൊണ്ടുപോകുമ്പോഴാണ് ഇതിലേക്ക് യൂണിക് കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒബിയസ്ലി ഒരു മൾട്ടി വെണ്ടർ നല്ലൊരു ഓപ്ഷനാണ്. എനിക്ക് ഇന്നിവിടെ സംസാരിക്കാൻ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള ഒരു വേർഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ B2Bയിൽ ഫസ്റ്റ് ഒരു സിംഗിൾ വെണ്ടറിനെ കുറിച്ചാണ്. ഒരുപാട് കാര്യത്തെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും, ഒരുപാട് കാര്യത്തെ നമുക്ക് എന്താണ് എൻഹാൻസ് ചെയ്ത് നല്ല ഗ്രോത്തിലേക്ക് എത്തിക്കാൻ പറ്റും B2Bയിൽ സിംഗിൾ വെണ്ടർ ചെയ്യുമ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ B2Bയുടെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഷോപ്പ്, ഒരു റോഡ് സൈഡ് ഷോപ്പുകാരന് ഇപ്പോൾ ഒരു ജില്ല മൊത്തം കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ അവർക്ക് ഒരു 5 പേര്, ഇപ്പം മലപ്പുറം ജില്ല എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 5 എക്സിക്യൂട്ടീവ്സോ അല്ലെങ്കിൽ 4 എക്സിക്യൂട്ടീവ്സോ ഒക്കെ മിനിമം റൺ ചെയ്യുന്നുണ്ടാവും. ഫീൽഡിൽ പോകേണ്ടി വരും. അതെ, പല ഏരിയയിലേക്ക് ആക്കിയിട്ട് ചിലപ്പോൾ ഒരാൾ തന്നെ പല ഏരിയ റൂട്ടിൽ ഒരാഴ്ചയിൽ വൺസ് ആയിട്ടെങ്കിലും പോകേണ്ടി വരും. ഇപ്പോൾ ഇവിടേക്കുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പോൾ വീക്ക്ലി വൺസ്, അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മന്ത്ലി എന്താണ് 4 തവണ മാത്രമാണ് റൂട്ടിലൂടെ തന്നെ പോകാൻ പറ്റുന്നത്. ഡിപ്പെൻസ് ഓഫ് പ്രൊഡക്ട്സ് ആണല്ലോ ഞാൻ പറയുന്നത്. ചിലത് ഡെയിലി പോകുന്നുണ്ടാവും, അപ്പോൾ വൈഡ് ഓഫ് യൂസേഴ്സ് ആവശ്യം ഉണ്ടാവും. ചിലപ്പോൾ പ്രൊഡക്ട്സ് ഉള്ളവർക്കൊക്കെ അങ്ങനെ ഡെയിലി പോകുന്നുണ്ടാവും. ഇപ്പോൾ മിൽക്സ് സപ്ലൈ ചെയ്യുന്നവർക്കൊന്നും ചിലപ്പോൾ മേ ബി ഇതിന്റെ ഒരു ആവശ്യകത അത്രത്തോളം ഉണ്ടാവില്ല. പക്ഷെ ബുക്കിംഗ് സിസ്റ്റം ഒക്കെ വേണമെങ്കിൽ ഡെവലപ്പ് ചെയ്തെടുക്കാം. അങ്ങനെ ഉണ്ട്. ഇപ്പോൾ ഈ ആമസോൺ ഒക്കെ ചെയ്യുന്നുണ്ട് ഹോൾസെയിലിന്റെ പരിപാടി. അതെ അതെ, ഞാൻ പറഞ്ഞതല്ല, മിൽക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിന്റെ സപ്ലൈ ചെയിൻസുകളൊക്കെ ആയിട്ട് ബുക്കിംഗ് സിസ്റ്റം ഒക്കെ ഉണ്ട്. പക്ഷെ അതിലേറെ ഒന്നുകൂടി ലാർജ് സ്കെയിൽ ഓഫ് പ്രൊഡക്ട്സ് ഉള്ളവർക്ക് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡലിലേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാവും. കാരണം എന്താ വെച്ചാൽ ഈ വീക്ക്ലി വൺസ് വരുന്ന രീതി ആകുമ്പോൾ ഈ ഒരു വീക്ക്ലി വൺസ് പോയിട്ടാണ് ഈ ഓർഡർ പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ഓർഡർ വരുന്നതിൻ്റെ ലിമിറ്റേഷൻസ് അവിടെ വരും. കാരണം പിന്നെ ഈ ഒരു എക്സിക്യൂട്ടീവ്സിന് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സോ അതല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അറിയുന്ന കുറച്ച് പ്രൊമോട്ട് ചെയ്യുന്ന പ്രൊഡക്ട്സ് മാത്രമേ ഞാൻ പൊതുവേ നമുക്ക് ഷോപ്പ് ഉണ്ടായിരുന്ന ടൈമിൽ ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത്. ഒരു പുതിയ പ്രൊഡക്ട്സ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു കാറ്റലോഗിൽ കുറച്ച് ടൈമിൽ കാണിച്ചിടും, ഇങ്ങനത്തെ കാര്യങ്ങൾ വരുന്നത്. പിന്നെ അതിൻ്റെ സ്റ്റോക്ക് അപ്ഡേറ്റ്സോ കാര്യങ്ങളൊന്നും ഒരിക്കലും ഉണ്ടാവില്ല. ചിലപ്പോൾ ഒരു ഓർഡർ എടുത്ത് പോകും, അവിടെ എത്തുമ്പോൾ ആ സാധനം കിട്ടും എന്ന് പറയും. ഇതൊക്കെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും B2Bയിൽ. നമുക്ക് എന്താണ് 24 hours നമുക്കിത് വർക്കിംഗ് ആയിരിക്കും, ബിസിനസ് ലൈവ് ആക്കിയിടാൻ പറ്റും. കാരണം ഒരു ക്ലയൻറ്റ് വേറൊരു സ്ഥലത്ത് നിന്ന് ഓർഡർ ചെയ്തു, ഇവിടെ അപ്ഡേറ്റ് ആവും, സ്റ്റോക്ക് ഔട്ട് ആയിക്കണമെങ്കിൽ സ്റ്റോക്ക് ഔട്ട് ആവണം എന്നുള്ളത്. പിന്നെ ഈ പുതിയ പ്രോഡക്ട്സ് വരുന്ന കാര്യങ്ങളെക്കുറിച്ച്, പുതിയ പ്രോഡക്ട്സ് വന്നു കഴിഞ്ഞാൽ ആ ഒരു കാര്യം എന്താണ് നമുക്ക് ഇൻഫോം ചെയ്യാനും അവർക്ക് അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഓർഡർ പ്ലേസ് ചെയ്യാനൊക്കെ ഇതൊരു വർക്കൗട്ടബിൾ ആണ്. ഇതാണ് അതിൻ്റെ ഒരു മേജർ കാര്യങ്ങൾ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ B2B സിംഗിൾ വെണ്ടറിനെ കുറിച്ച് നമ്മളിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഈ സിംഗിൾ വെണ്ടറിൽ തന്നെ നമുക്ക് ഏതൊക്കെ വെർട്ടിക്കൽസിൽ നമുക്ക് അപ്ഡേറ്റഡ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റും കാര്യങ്ങൾ? അതിൽ വരുന്നത് പിന്നുള്ളത് നമുക്ക് തരാനുള്ള പേയ്മെന്റ്സിനെ ട്രാക്ക് ചെയ്യാനുള്ള സിസ്റ്റങ്ങള്, അവരെ ഓരോ ഇടവേളകളിൽ നമുക്ക് എന്താ റിമൈൻഡേഴ്സ് വിട്ടിട്ട് അതിൽ തന്നെ പേയ്മെന്റ് സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പൊ അങ്ങനെ ആകുമ്പോൾ മറ്റേ വീക്ക്ലി വൺസ് ടൂൾസ് ഒക്കെ ആയിട്ടാണ് ഇവർ പേയ്മെന്റ് കളക്ഷൻ ഉണ്ടാവുക. ഇത് നമുക്ക് റെഗുലർ ആയിട്ട് അവരെ അപ്ഡേറ്റ് ചെയ്യാനും ഇവർക്കൊരു ഇൻഫർമേഷൻ കൊടുക്കുക പോലെ ഇത്രയും ഡ്യൂ ഉണ്ട്. മറ്റേതൊക്കെ അവർ പറയുമ്പോഴോ ഇത്രയാണ് ഡ്യൂ ഉള്ളത്. പേയ്മെന്റ് സ്റ്റോക്ക് അപ്ഡേറ്റ്സ് സ്റ്റോക്ക് അപ്ഡേറ്റ്സ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ പിന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ EMI ഫെസിലിറ്റീസ് നമ്മൾ ഓൺ ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ അവർക്ക് സ്കോറിനനുസരിച്ച് നമ്മൾ കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ പേയ്മെന്റ് അനുസരിച്ച് അവർക്ക് പേയ്മെന്റ് യൂസ് ചെയ്യാം, ക്രെഡിറ്റ്സ് യൂസ് ചെയ്യാം. അത് റീപേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത ഓർഡർ ചെയ്യാൻ പറ്റുന്നുള്ള ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ ഈ ഡെഡ് മണി ആയിട്ട് നടക്കുന്ന എമൗണ്ടിനൊക്കെ നമുക്ക് മാക്സിമം റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. ആക്ച്വലി ഇതിലൊക്കെ ഒരു മേജർ ഹോൾസെയിലുള്ള മേജർ ഇത് എന്ന് പറഞ്ഞാൽ റീറ്റെയിൽ ബിസിനസ്സിൽ ഡംപ് ചെയ്യുന്ന എമൗണ്ട് കളക്ട് ചെയ്തെടുക്കാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഒരുപാട് പേയ്മെന്റ് അവിടെ സ്റ്റോക്ക് ആയിട്ട് ഇപ്പോൾ ഒരു ഏരിയയിൽ തന്നെ നല്ലൊരു എമൗണ്ട് ഇങ്ങനെ സ്റ്റോക്ക് ആയിട്ട് കിടക്കും. അത് റിട്ടേൺ വന്നു കഴിഞ്ഞാലാണ് ഈ ഹോൾസെയിൽ ബിസിനസ് ആണ് അവിടെ റവന്യൂ. കാരണം നമുക്ക് പ്രോഫിറ്റബിൾ ബിസിനസ് ആണ് റൺ ചെയ്യേണ്ടത്. ആക്ച്വലി നമുക്ക് ഇത്ര കോടി വിറ്റ് വരവുള്ള കമ്പനി ആയിട്ട് കാര്യമല്ല, ഇത്ര കോടി റവന്യൂ ഉള്ള കമ്പനി ആക്കുക എന്നുള്ളതാണ്. പ്രോഫിറ്റ് ഉള്ള കമ്പനി. പ്രോഫിറ്റ് എങ്ങനെ മേക്ക് ചെയ്യുക? കാരണം ഈ ഒരു ഫണ്ട് വന്നതിന് ശേഷം ഇത് റിപ്പീറ്റ് ചെയ്യുക, സർക്കുലേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ 1 കോടിൻ്റെ ഒരു സെയിൽസ് നടന്നു, ഇതൊരു മാസം തന്നെ
ആ ഫണ്ട് റിട്ടേൺ വന്നു. ഇതൊരു കൊല്ലം കൊണ്ട് വന്നുകൊണ്ട് കാര്യമില്ല. കാരണം അവിടെ ഈ റിപ്പീറ്റേഷൻ ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രഡീഷണൽ ബിസിനസ് തന്നെ മോസ്റ്റ് ഓഫ് B2B ബിസിനസ്സുകളും ക്രെഡിറ്റ് ആയിട്ടാണ് നമ്മൾ പ്രൊഡക്ട്സ് കൊടുക്കുന്നത്. അപ്പോൾ അതിനെ എലിമിനേറ്റ് ചെയ്തിട്ട് ഒരു സിസ്റ്റം എലിമിനേറ്റ് ഓഫീസിൽ പെട്ടെന്ന് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ കഴിയൂല. അല്ലെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് ആയിട്ട് തന്നെ കൊടുക്കാം, പക്ഷെ നമുക്ക് കളക്ട് ചെയ്തെടുക്കാൻ സിമ്പിൾ ആയിരിക്കും. റിക്കവർ ചെയ്ത് എമൗണ്ട് റിക്കവർ ചെയ്ത് ടേംസ് വെച്ചിട്ട് റിക്കവർ ചെയ്തെടുക്കാനുള്ള. പക്ഷെ അതില് ഇപ്പോ നമുക്ക് ഒരു സിസ്റ്റത്തിന്റെ അണ്ടറിലേക്ക് കൊണ്ടുവരുമ്പോൾ, ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു അർജൻസി ഇപ്പൊ ഒരാൾ നമുക്ക് പേയ്മെന്റ് കളക്ട് ചെയ്യാണ്ട് നമ്മൾ ആളെ നിരന്തരമായി വിളിച്ചു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ഈ ഒരാളെ ഞാൻ നിരന്തരമായിട്ട് ആളെ വിളിക്കുന്നുണ്ട്, ഇയാളെ വിളിക്കുന്നില്ല, എനിക്കൊരു ലക്ഷം തരാണ്ട് നിനക്ക് 1 ലക്ഷം തരാണ്ട് നോക്കാം. അയാളെ കയ്യിൽ 1 ലക്ഷം വന്നു കഴിഞ്ഞാൽ ആർക്കായിരിക്കും ആദ്യം തരിക? എനിക്കായിരിക്കും ഒബിയസ്ലി. കാരണം എന്താണ്, ഞാൻ നിരന്തരമായി ഇവരെ പുഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഇയാള് ഇപ്പൊ ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരാളാണ്, ഏറ്റവും കൂടുതൽ എനിക്ക് തരാനാണ് ചാൻസ് കൂടുക. ഇതേപോലെ തന്നെ നമ്മൾ നിരന്തരമായി നോട്ടിഫിക്കേഷൻസും അപ്ഡേഷൻസും കാര്യങ്ങളും കൊടുക്കണം. പിന്നെ നമ്മളെ ബാക്ക് എൻഡ് സിസ്റ്റത്തിൽ ഇയാള് റിമൈൻഡർ ഇത്രയും ഇതാണെന്നുള്ള സിസ്റ്റത്തിൽ കാണിക്കുമ്പോൾ നമുക്ക് ഫോളോ അപ്പ് ചെയ്യാൻ ഈസി ആവും. സിസ്റ്റം ആകുമ്പോൾ നമുക്കിപ്പോൾ 1 കോടിന്റെ ചെയ്യുന്നത് 10 കോടി 100 കോടിക്കും സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രോസസ് ഓക്കെ ആവും. അപ്പൊ നമ്മളെ ബിസിനസ്സിനനുസരിച്ച് ഇതിനെ ഒപ്റ്റിമൈസ് ചെയ്ത് ഏറ്റവും ഹൈ റേഞ്ചിലേക്ക് ഇതിനെ എത്തിക്കാൻ പറ്റും എന്നുള്ള ഓപ്ഷന് അടിപൊളിയായിട്ട് എത്തിക്കാൻ പറ്റും. ഇതിൽ ഏറ്റവും കൂടുതൽ ഈ ഒരു ഹോൾസെയിൽ ബിസിനസ്സിൽ കുറെ സ്ട്രക്ചർ ആവാത്ത ഉണ്ട്. ഇത് സിംഗിൾ വെണ്ടറിൽ സിംഗിൾ ആയിട്ട് നടത്തുന്ന ഹോൾസെയിൽ ബിസിനസ്സുകാരിൽ ഒരുപാട് സ്ട്രക്ചർ അല്ലാത്തതിന്റെ പ്രശ്നം ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ആക്ച്വലി ഫാദറിനൊരു റീറ്റെയിൽ ബിസിനസ് ഉണ്ട്. അതിൽ വരുന്ന ആൾക്കാരൊക്കെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് മുന്നേ. ഞാൻ അവിടെ നിൽക്കുന്ന ടൈമിലൊക്കെ ഇവർക്കൊക്കെ ജസ്റ്റ് ഒരു ബുക്കിലും കാര്യങ്ങളും എഴുതിയൊക്കെ വളരെ ലെസ് ആയിട്ടുള്ള ഒരാളൊക്കെയാണ് എന്തെങ്കിലും ഒരു മൊബൈലിലൊക്കെ ടൈപ്പ് ചെയ്യണേ കണ്ടിട്ട് തന്നെ ഉള്ളൂ. അപ്പൊ ഇതിനെ ഫുള്ളി ഓട്ടോമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ പോണ സെയിൽസ് അവർ ചിലപ്പോൾ ചില ടൈമിലുണ്ട് ആ സ്റ്റോക്ക് അവിടെ ഉണ്ടോ ഇതുണ്ടോ എന്നുള്ളത് വിളിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ വിളിച്ചു ചോദിക്കുന്ന ഈ ടൈമിങ് അവിടെ എടുക്കുന്ന ഒരാൾ ഇതൊന്നും വേണ്ട. ഒബിയസ്ലി കേരളം മൊത്തം ആണെങ്കിലും ഇന്ത്യ മൊത്തം സെല് ചെയ്യണമെങ്കിലും സ്റ്റോക്ക് കഴിയുന്നത് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ എന്താണ് മൈനസ് ആവുന്ന സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ പ്രോഡക്ട്സിന്റെ അവൈലബിലിറ്റി ഓർഡർ പ്ലേസ് ചെയ്യുന്നത് ഇത് പിന്നെ ഇവർ നോട്ട് ചെയ്ത സാധനം അവിടെ പോയിട്ട് റിപ്പോർട്ട് ചെയ്തതൊക്കെ കൊടുക്കണം, ഇതൊന്നും വേണ്ട. കാരണം സിസ്റ്റത്തിൽ അവിടെ എന്താണ് ലോഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ആ റിപ്പോർട്ട് അവിടെ ചെല്ലും. ഓൾക്ക് അതെടുത്ത് കറക്റ്റ് ചെയ്താൽ മതി. മറ്റേത് ഇയാളെ അയച്ചു കൊടുക്കാൻ നിൽക്കണം, പിന്നെ അത് കറക്റ്റാണ് നോക്കണം, സിസ്റ്റം കറക്റ്റാണ്. ഇതൊക്കെ എന്താണ് ഒരു റെക്കോർഡ്ലി ഇത് സ്റ്റേബിൾ ആയിട്ട് ഉണ്ടാവും. മറ്റേത് അവിടെ അയച്ചു കൊടുത്ത് തെറ്റി, ഇത് തെറ്റി, ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും അതുവഴി. പിന്നെ ഇതിൽ വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ ഷോപ്പുകാരനെ നമ്മളൊരു ആപ്ലിക്കേഷൻ സെറ്റ് ചെയ്തു, ഹോൾസെയിൽ അവർക്ക് മാത്രം ആക്സസ് ഉള്ള മോഡലിൽ നമ്മൾ സെറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഈ എക്സിക്യൂട്ടീവിന് വേണമെങ്കിൽ ഒരു ആപ്പ് സെറ്റ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇപ്പൊ ചില ആൾക്കാർ ഫസ്റ്റ് ഫേസിലൊക്കെ ഇവരെ ഇതിലേക്ക് യൂസ് ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ കുറച്ച് റിസ്ക് ഉണ്ടാവും. അപ്പൊ നമ്മൾ എപ്പോഴും അവരെ റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് എങ്ങനെയാ വെച്ചാൽ ഇവർക്കൊരു ആപ്പ് ഷോപ്പുകാർക്ക് കൊടുക്കും. അതുപോലെ തന്നെ ബിസിനസ് എന്താണ് ഹോൾസെയിൽ നമ്മളെ എക്സിക്യൂട്ടീവ്സിന് ഒരു ആപ്ലിക്കേഷൻ സെറ്റ് ചെയ്യും, അഡ്മിൻ പാനലും സെറ്റ് ചെയ്ത് കൊടുക്കും. ഈ എക്സിക്യൂട്ടീവിന്റെ ആപ്ലിക്കേഷനിൽ ഇപ്പോൾ ഫസ്റ്റ് തന്നെ ഇവർക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് ഡയറക്റ്റ് പറയണേ ഇതിൽ കൂടെ ഓർഡർ ചെയ്യാം, നിങ്ങൾക്കുള്ള സ്റ്റോക്ക് കാര്യങ്ങൾ അറിയാം. ഇത് ഫസ്റ്റ് ഫേസിൽ ഒരു 10% അല്ലെങ്കിൽ ഒരു 50% ആൾക്കാർ ഇത് ആപ്റ്റ് ചെയ്ത് തുടങ്ങും. പിന്നെ അതിനെ കൂട്ടാൻ വേറൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ എക്സിക്യൂട്ടീവ്സ് വഴി ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ഇല്ല, ഇതിൽ കൂടെ ആണെങ്കിൽ ചെറിയ ഡിസ്കൗണ്ട് കിട്ടും എന്ന് പറയാം. അപ്പോൾ ആൾക്കാർ എന്താണ് പേയ്മെന്റ് ഒരു ബെനിഫിഷ്യലായിട്ട് ഇതിൽ കൂടെ കൊണ്ടുവന്നതിന് ശേഷം എന്താണ് നമുക്ക് ഒരുപാട് സെയിൽസ് കൂട്ടാൻ പറ്റും. കാരണം ഇവർ യൂസ് ആയി കഴിഞ്ഞാൽ അന്ന് അതിൽ കയറി അത് ഓർഡർ പ്ലേസ് ചെയ്താൽ എന്നുള്ള ഒരു കൺസെപ്റ്റ്. മറ്റാളെ വിളിക്കാം, ഓനെ വിളിച്ചാൽ കിട്ടിയില്ല, മറ്റാൾ ട്രാവലിംഗ് ആയിരിക്കും. കാരണം എക്സിക്യൂട്ടീവ്സ് എപ്പോഴും ട്രാവലിംഗിലായിരിക്കും. ഇവർ ചിലപ്പോൾ മൊബൈൽ എപ്പോഴും അറ്റൻഡ് ചെയ്യാൻ പറ്റണമെന്നുണ്ടാവില്ല. കാരണം എപ്പോഴാണോ പ്രൊഡക്ട്സ് ആവശ്യമുള്ളത് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അല്ലെങ്കിൽ പിന്നെ മതി, അല്ലെങ്കിൽ കുറച്ച് ലാഗ് ആകുന്നിടത്തോളം നമ്മൾ ആ ക്ലോസിങ്ങിന്റെ സംഭവം ലാഗ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവർ ത്രൂ ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നോർമൽ പ്രൈസ് ഇതിൽ കൂടെ ചിലപ്പോൾ ഒരു 0.5% ഡിസ്കൗണ്ട് കിട്ടും നിങ്ങൾക്ക്. ഇതിൽ കൂടെ ഓർഡർ ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും ബോണസ് കിട്ടും, അല്ലെങ്കിൽ കൂപ്പൺസുകളോ അല്ലെങ്കിൽ പോയിന്റുകളൊക്കെ അഡീഷണലി കൊടുത്ത് ഇവരെ എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ആക്കുമ്പോൾ ഒരു പരിധി വരെ ഒരു 80% ആൾക്കാർ ഇത് കിട്ടും. ഈ 80% അധികം ആൾക്കാർ എത്തുമ്പോൾ എന്താ വെച്ചാൽ ഈ സെയിൽസ് എക്സിക്യൂട്ടീവിന്റെ വർക്ക് അവിടെ ലെസ് ആവും. പിന്നെ ഇത് വൈഡൻ ചെയ്യാൻ പറ്റും, ഈ എക്സിക്യൂട്ടീവിന്റെ റൂട്ട് വൈഡൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പം എന്താവും ഇവിടെ ഒരുപാട് സെയിൽസ് ഇപ്പം നമുക്ക് 1 കോടിൻ്റെ അല്ലെങ്കിൽ 10 ലക്ഷത്തിൻ്റെ സെയിൽസ് നടക്കുന്നിടത്തുനിന്ന് 10 കോടിയോ 100 കോടിയിലേക്കൊക്കെ എത്തിക്കാൻ ഈസി ആയിരിക്കും. പിന്നെ സർക്കുലേഷൻ എമൗണ്ട് ഒന്നും കൂടി വരും. മറ്റേത് ഈ ആൾ ആഴ്ചയിൽ പോയി കളക്ട് ചെയ്യുന്ന പേയ്മെന്റ് മാത്രമാണ്.
ഇപ്പോൾ ബാക്ക് ഓഫീസിലേക്ക് ഇവർക്ക് റിമൈൻഡർ ഓട്ടോമാറ്റിക്കലി പോകും, ഇന്ന ടൈമിൽ തരാണ്ട് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് പല രീതിയിലേക്ക് റിമൈൻഡിങ് കൊടുക്കാൻ പറ്റും. പിന്നെ ബാക്ക് ഓഫീസിൽ എന്താക്കും, നിങ്ങൾ പേയ്മെന്റ് നല്ല രീതിയിൽ ഡ്യൂ ആയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഇൻഫർമേഷൻ ചാർട്ടിൽ കിട്ടുകയാണ്. ഇവരെ കോൾ ചെയ്തിട്ടെങ്കിലും ഈ എക്സിക്യൂട്ടീവ് വീക്കിലി പോകുന്നതിന് പകരം വൺസ് പോകുന്നതിന് ഇത് ഡെയിലി നമുക്ക് റിമൈൻഡ് ചെയ്യുമ്പോൾ വീക്കിലി ഒരു എക്സിക്യൂട്ടീവ് പോകുമ്പോഴും ഇവർക്ക് വേണ്ടി പേയ്മെന്റ് എടുത്തു വെക്കാൻ ചാൻസ് ഉണ്ട്. ഇത് ആക്ച്വലി ഞാൻ റിയൽ കേസിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടാണ്. കാരണം നമുക്ക് മനസ്സിലാണ്, കാരണം കൂടുതലായിട്ട് വിളിക്കുന്ന ആൾക്കാർ, കൂടുതലായിട്ട് പ്രഷർ ചെയ്യുന്ന ആൾക്കാർ, ഇവർക്ക് നമ്മൾ ഫണ്ട് മുൻകൂട്ടി എടുത്തു വെക്കും. അല്ലാതെ അത് കുഴപ്പമില്ല സാറില്ല എന്ന് പറയുന്ന ആൾക്കാരൊന്നും എന്താണ് നമ്മൾ അത്ര മെയിൻലി വെക്കൂല, കാരണം അത് കുഴപ്പമില്ല, പിന്നെ അവർക്ക് പിന്നെ കൊടുക്കാന്നല്ല. പക്ഷെ കൂടുതലായിട്ട് എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ കാരണം നമുക്ക് കൂടുതൽ മണി സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് നമ്മൾ ഹോൾസെയിൽ സിസ്റ്റം അവിടെ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പം നിർബന്ധമായിട്ടും ഈ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തതിന് ശേഷം മാത്രം മുന്നോട്ട് പോകാൻ നോക്കുക. അങ്ങനെ ആകുമ്പോൾ ലാർജ് സ്കെയിൽ ഓഫ് യൂസേഴ്സിനെ നമുക്ക് കൊണ്ടുവരാനും ഡാറ്റാ ബേസ് സ്ട്രോങ് ആവാനും ഹൈ സ്കെയിലബിളി ഗ്രോ ചെയ്യാൻ പറ്റും എന്നുള്ള ഗ്യാരണ്ടിയാണ് നമുക്ക്. കാരണം സിസ്റ്റം ഡ്രിവണാണ്. പിന്നെ പുതിയ പ്രൊഡക്റ്റ് ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എക്സിക്യൂട്ടീവിന് വലിയ ബെനിഫിറ്റ് ഇല്ലെങ്കിൽ അതല്ല, അവർക്ക് ബെനിഫിറ്റ് ഉള്ള സാധനം സെല് ചെയ്യാനും ചിലപ്പോൾ നമുക്ക് ബെനിഫിറ്റ് ഉള്ള സാധനം അവിടെ നിൽക്കാനും ഔട്ട് ഓഫ് സ്റ്റോക്ക് പഴയ പ്രോഡക്ട്സിനെ നമുക്കൊന്നുകൂടി പുഷ് ചെയ്തിട്ട് മാർക്കറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? കാരണം ഈ ഒരു സിസ്റ്റം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ സ്പെഷ്യൽ ആയിട്ട് ഓഫേഴ്സ് ഉണ്ടോ, എല്ലാത്തിനും നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങൾ കൊടുക്കുന്നു, ആപ്പ് കയറുമ്പോൾ തന്നെ നമുക്ക് ഇതിൽ കാണുന്നു ഓക്കെ ഭയങ്കര ഡിസ്കൗണ്ട് ആയിട്ട് കൊടുക്കുന്നു, പെട്ടെന്ന് സെൽ ഔട്ട് ചെയ്യണം, നമുക്ക് ഇവൻസുകളെ സെൽ ഔട്ട് ചെയ്യാൻ. അപ്പോൾ അതൊക്കെ ആൾക്കാരെ നല്ല രീതിയിൽ എൻഹാൻസ് ചെയ്ത് നിർത്താനും ഇപ്പം പല കമ്പനീസിൻ്റെയിലും ഇത്ര പ്രോഡക്ട്സ് ഇട്ട് കഴിഞ്ഞാൽ ഇന്ന റിട്ടേൺ എമൗണ്ട് ഉണ്ടാവും, എന്തെങ്കിലും കൂപ്പണ്, ഒരു വലിയ ട്രിപ്പ് എന്തെങ്കിലും ഓഫേഴ്സ് ഉണ്ടാവും പല കമ്പനീസുകളും. പക്ഷെ ഇതൊന്നും പല ആൾക്കാർക്ക് അറിയപ്പെടുന്നില്ല. അപ്പോൾ ഇവർക്ക് ഈ ചാർട്ട് കാണാം, എത്ര പ്രോഡക്ട്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ എത്ര പോയിന്റ് കിട്ടും, എത്ര പോയിന്റ് കിട്ടിയ ഒരു മലേഷ്യൻ ട്രിപ്പ് ഉണ്ട്. ഇങ്ങനെ ആകുമ്പോൾ എൻഹാൻസ് ചെയ്യാൻ പറ്റും തീർച്ചയായും. അപ്പോൾ അത് വെർട്ടിക്കലൊക്കെ പല ആൾക്കാർക്കും പല ബിസിനസ് മോഡലാട്ടോ. ഇപ്പം ഇതിലുള്ളത് ഞാനൊരു സെഗ്മെന്റിനെ മാത്രമാണ് എടുത്തു പറഞ്ഞിട്ടുള്ളത്. ഒരു സെഗ്മെന്റ് ഓഫ് പ്രൊഡക്ട്സ് നമുക്ക് ഇതൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അത് നല്ല എഫിഷ്യൻസി ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു മാർക്കറ്റിൽ ഏറ്റവും ടോപ്പ് ഡോമിനേറ്റ് ആയിരിക്കാൻ പറ്റും. അല്ലെങ്കിൽ ബാക്കിയുള്ളവർ റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം ആദ്യം ഒരു പുതിയ സാധനം അക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിസ്ക് ഉണ്ട്. പക്ഷെ ആ റിസ്ക് ആര് എടുക്കുന്നോ അവർക്ക് പിന്നെ ആ റിസ്ക് പിന്നെ എടുക്കേണ്ടിയില്ല. ഗ്രോത്ത് ആണ് ഫസ്റ്റ്. ഇത് എന്തിനാ ഈ ആപ്പ് ഇതെന്ന്. പക്ഷെ ഒരാൾ വൺസ് ഇത് യൂസ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നാളെ അവന് അത് ത്രൂ തന്നെ ചെയ്യുള്ളൂ. എന്തായാലും ഒരിക്കലും സ്വിച്ച് ചെയ്യേണ്ടി വരും, കാരണം ഫ്യൂച്ചർ മൊത്തം അതിലേക്കാണ് പോയിക്കൊണ്ടിരിക്കും. തീർച്ചയായിട്ടും. ഇപ്പൊ നമുക്കൊരു പ്രൊഡക്ട്സ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ അലിബാബ അല്ലെങ്കിൽ ഇതിലൊക്കെ എടുത്തിട്ടായിരിക്കും നോക്കുക, ഇന്ത്യ മാർട്ട് ഇതിലൊക്കെ എടുത്തോളൂ. കാരണം ഇനി വരുന്ന ജനറേഷൻ ഇതിലേക്കാണ് സ്വിച്ച് ചെയ്തത്. ഫസ്റ്റ് നമ്മളിപ്പോൾ ഒരു ഷോപ്പിൽ പോയി അന്വേഷിക്കുന്നതിന് പകരം ഫസ്റ്റ് നമ്മൾ സെർച്ച് ചെയ്യുക, ഒരു മൊബൈൽ ഫോൺ എടുത്ത് നമ്മുടെ ഏതൊക്കെ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോംസ് ഉണ്ടോ അതിലൊക്കെ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കും. ഇതിന്റെ റേറ്റ് എങ്ങനെ വരുന്നത്, ക്വാളിറ്റി എങ്ങനെ വരുന്നത്, റിവ്യൂ വരെ ചെക്ക് ചെയ്യാൻ പറ്റും. അതെ, അത് പിന്നെ അതുപോലെ തന്നെ പ്രോഡക്ട്സിന്റെ മറ്റേ വിളിച്ചിട്ട് ആ ഒരു പ്രോഡക്റ്റ് ഉണ്ടോ നമ്മൾ വെച്ചാൽ അപ്പോൾ ഇവരുദ്ദേശിക്കുന്ന അതാണോ ചിലപ്പോൾ മാറും. ഈ സാധനം ലൈവായിട്ട് പിക്ചറിൽ വീഡിയോയിൽ ഇത് കാണുകയാണ്, ഓക്കെ കളർ തന്നെ. മറ്റേതൊക്കെ കുറേ കോംപ്ലക്സ് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇവരോട് പറഞ്ഞത് നമ്മൾ ഉദ്ദേശിച്ചത് അറിയും, ഒരു കൊണ്ടുവരുന്ന സാധനം വേറെയാവും. നമ്മൾ ചിലപ്പോൾ ക്ലയൻസിനോട് ഡീല് പറഞ്ഞിട്ടുണ്ടാവും ഓക്കെ ഇന്ന ടൈമോട് എത്തും, ഇവർ വരുമ്പോൾ പ്രൊഡക്ട്സ് മാറും. ആ സിറ്റുവേഷനൊക്കെ ഭയങ്കര റിസ്ക്കാണ്. ആ റിസ്ക് ഒക്കെ നമുക്ക് ഇതുവഴി എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. സിസ്റ്റം ഡ്രിവൺ ആക്കുക, ഒപ്റ്റിമൈസ് ചെയ്യുക. ഇപ്പോൾ ഒരു 10 ആൾക്കാർ വർക്ക് ചെയ്യുന്നത് ഒരാളാക്കി ചുരുക്കാൻ പറ്റാവുന്ന സെഗ്മെന്റ്സ് ഒക്കെ ഓട്ടോമേറ്റഡ് ആക്കുക. കാരണം ഇവിടെയൊക്കെ എന്താ വെച്ചാൽ ഇവർക്ക് ചിലപ്പോൾ പ്രൊഡക്ട്സ് പുതിയത് വന്നിരിക്കുന്ന പറഞ്ഞാണ്ട് 2 ഷോപ്പ് കയറുമ്പോഴേക്കും ചിലപ്പോൾ ഇവർ മറന്നിട്ടുണ്ടാവും. ഇമോഷണലി ട്രിഗർ ആവും പല കാര്യങ്ങളും. ഇപ്പൊ ചില വേറെ എന്തെങ്കിലും ഇതിൽ പോകുമ്പോഴായിരിക്കും എന്തെങ്കിലും ഒരു ഇതിലൊക്കെ മിസ്സിങ് ഇമോഷണൽ ട്രിഗർ. അത് അടുത്ത ഷോപ്പിൽ പോകുമ്പോഴൊന്നും വലിയ ഇതുണ്ടാവില്ല, ചിലപ്പോൾ ഇതൊന്നും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവില്ല. സിസ്റ്റത്തിന് ഒരു ഇമോഷണൽ ട്രിഗർ ഇല്ല ആക്ച്വലി. സിസ്റ്റം എന്താണോ റിപ്പീറ്റബിൾ ആയിട്ട് അത് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അതിന് ഉറക്കമോ അതിൻ്റെ ഒരു ആവശ്യങ്ങളൊന്നുമില്ല സിസ്റ്റത്തിന്. സിസ്റ്റം ഡ്രിവൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്രോത്ത് നിർബന്ധമാണ്, അത് നടന്നിരിക്കും. നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ 100% ഈ ഒരു സിസ്റ്റത്തിന് നടന്നിരിക്കും. ഇതിൽ ഇന്ന് ഞാൻ ക്ലാസ് കയറലുണ്ടല്ലോ, യെസ്, ആ ക്ലാസ്സിൽ ഇന്ന് ഈ വീഡിയോ എടുക്കുന്ന ഈ ദിവസത്തിൽ ഞാൻ മോർണിംഗിൽ കയറിയപ്പോൾ അതിൽ ദുബായ് GCCയിൽ ബിസിനസ് ചെയ്യുന്ന ഒരാളുണ്ട്, സൗദിയിലൊക്കെ ആയിട്ട്. ഇയാൾ ഹോൾസെയിൽ ബിസിനസ് ചെയ്യുന്ന, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ബട്ട് ആള് അവിടെ സിസ്റ്റം ആക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു.
എന്തെങ്കിലും ഹോൾസെയിൽ ബിസിനസ്സുകാർക്ക് ഈ ആപ്ലിക്കേഷൻ ഇതുപോലെ സിസ്റ്റം ആപ്പാക്കി മാറ്റിയപ്പോൾ സൗദി ഫുള്ളാണ് ആദ്യം അയാൾ ടാർഗറ്റ് ചെയ്യുക. അത് പറയാണ് അടിപൊളിയായി നല്ല രീതിയിലേക്ക് ഒപ്റ്റിമൈസ് ചെയ്ത് നല്ല മോർ സെയിൽസ്ക്ക് എത്താൻ പറ്റിയെന്നാണ് ആൾ പറയപ്പെടുന്നത്. കാരണം ഫസ്റ്റ് ഒരു ഇംപ്ലിമെന്റേഷനിൽ റിസ്ക് ഉണ്ടാവും. പക്ഷെ എനിക്ക് തോന്നുന്ന അയാൾ ആ പറച്ചിൽ കേട്ടിട്ട് ആ പറയുന്ന ആ ഒരു രീതി മനസ്സിലാക്കിയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടെന്ന് വെച്ചാൽ ഇതിന് മുന്നേ ചെയ്യേണ്ടിയായിരുന്നു എന്നുള്ളതാണ്. കാരണം അത്രയും ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ട്രാക്ക് അയാൾ പറയുന്നത് നമ്മളെ മുന്നിൽ ഈ സിസ്റ്റം കിട്ടുകയാണ്, ആർക്ക് എനി ടൈം ഓർഡർ ചെയ്യാൻ പറ്റും, കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ പറ്റും, നമ്മൾ പ്രോഡക്ട്സ് എന്താണെന്നുള്ളത് അറിയാൻ പറ്റും. കാരണം നമുക്കൊരു 100 പ്രോഡക്ട്സ് ഉണ്ടെങ്കിൽ എക്സിക്യൂട്ടീവ് ആകെ 2, 3, 5 പ്രോഡക്ട്സ് 10 പ്രോഡക്ട്സിനെ ആകെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടാവാം. ഇതേ മൈൻഡിൽ ഉണ്ടാവുള്ളൂ. മറ്റുള്ള പുതിയ വരുന്നതും പുതിയ ഇന്നോവേറ്റീവ് ആയിട്ട് വരുന്ന സാധനങ്ങളൊക്കെ എന്താണ് ഇതിൽ ലിസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു കാര്യമുണ്ട് ഇതിനെ കുറിച്ചിട്ടോ, ഇത് ചിന്തിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. ഇപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് ചിലപ്പോൾ എന്താ പറയുക പല കമ്പനീൻ്റെ പ്രൊഡക്ട്സ് എടുത്തിട്ടായിരിക്കും ഇത് ചെയ്യാം. ഈ B2 ഹോൾസെയിൽ ബിസിനസ് എന്ന് ഞാൻ പറഞ്ഞല്ലോ, ഈ സിംഗിൾ വെണ്ടർ ഇത് ബിസിനസ്സുകാർക്കും ചെയ്യാം, അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നവർക്കും ചെയ്യാം. അപ്പോൾ ഈ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സെല് ചെയ്യുന്ന ആൾക്കാരായിരിക്കും കമ്പനീസ് അപ്രോച്ച് ചെയ്യാം അല്ലെ. അപ്പോൾ ഇവർക്ക് പ്രൊഡക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ വിൽക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് ഇവർക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ വിൽക്കും കൂടുതലായിട്ട്. അപ്പോൾ ഇങ്ങനെ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ ബ്രാൻഡസ് ഇവരെ കീപ്പ് ചെയ്യാൻ വരും. കാരണം ഇതിലൊരു ബോർഡിൽ ഫസ്റ്റ് നിങ്ങൾ ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇത്ര ഡിസ്കൗണ്ട് ഒക്കെ തരാം. അപ്പോൾ ഇവർക്ക് കൂടുതൽ സെയിൽസ് നടക്കും ബ്രാൻഡിന്. അവർ കണ്ടീഷൻ അപ്പോൾ ഇവരുടെ ഒരു സിസ്റ്റം ഉണ്ട്. ഈ സിസ്റ്റം ആക്ച്വലി ഈ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യുന്നതിനല്ല കേട്ടോ കോസ്റ്റ്. ഇത് മാർക്കറ്റ് ചെയ്തു ഈ ഒരു ആപ്പ് ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു വാലുവേഷൻ ഉണ്ട് ഒരു മാർക്കറ്റിൽ. കാരണം ഇത്രയും ആൾക്കാരുടെ ഓഡിയൻസിന് സിസ്റ്റമാറ്റിക് ആയിട്ട് യൂസ് ചെയ്യുക ഒരു കമ്പനി വാലുവേഷൻ നല്ല രീതിയിൽ പീക്കായിട്ട് രീതിയിലേക്ക് നമുക്ക് ഉയർത്തിയാണ്ട് ഇപ്പം മേ ബി നമുക്ക് ഒരു സെല്ലിംഗ് പൊസിഷനിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സിസ്റ്റത്തിനാണ് ആക്ച്വലി പേയ്മെൻറ്റ് ചെയ്യുന്നത്. ടേൺ ഓവറിനൊന്നല്ല പേയ്മെൻറ്റ്. സിസ്റ്റം പവർഫുൾ ആണെന്നുണ്ടെങ്കിൽ ആൾക്കാർ ബൈ ചെയ്യാനും ഇതിനോ ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ തയ്യാറായിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് നമ്മൾ നല്ല കറക്റ്റായിട്ടുള്ള രീതിയിലേക്ക് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ നല്ല പെർഫെക്റ്റ് ഓപ്ഷൻസുകളാണ്. അപ്പോൾ പല ഡിമാൻഡ്സുകൾ നമുക്ക് വെക്കാൻ പറ്റും നമ്മൾ ടോപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ. ഇപ്പോൾ പഴയ ആൾക്കാർക്ക് അത് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ഇതുണ്ട്. പഴയ ആൾക്കാർ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. പഴയ ആൾക്കാർക്ക് ആവശ്യം വന്നു കഴിഞ്ഞാൽ യൂസ് ചെയ്യും. എക്സ്പെഷ്യലി നമ്മൾ 10%, 5% ആൾക്കാരെ ഇതിന് ഇഗ്നോർ ചെയ്യേണ്ടി വരും. എന്നാലേ നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അല്ല, ആളുകൾ അഡാപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെ, പുതിയ വരുന്ന ജനറേഷൻ ഓൾറെഡി ഇതിലാണ് ജനിച്ചു വരുന്നത്. പക്ഷേ വേറെ കാര്യമുണ്ട്, പഴയ ആൾക്കാർക്ക് വയസ്സ് കൂടുക പോകുന്നത്, കൂടിയ ആൾക്ക് തിരിച്ചു വരാൻ കഴിയില്ലല്ലോ. അതുപോലെ തന്നെ പുതിയ ആൾക്കാരുടെ രീതിയിലേക്ക് നമ്മൾ മാറി കഴിഞ്ഞാൽ ഇവിടെ ആൾക്കാർ ഇത് അഡോപ്റ്റ് ചെയ്യാനുള്ള ആൾക്കാർ ഇവിടെ റെഡിയാണ്. നമ്മൾ പഴയ ആൾക്കാരെ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവർക്ക് എന്താണ് ഇവിടെ ഇന്നോവേറ്റീവ് ആയിട്ട് ചെയ്യുന്ന കുറേ ബിസിനസ് ആൾക്കാരുണ്ട്. ഇവരൊക്കെ നമ്മളെ പ്രൊഡക്റ്റ് സെല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പ്രൊഡക്ട്സ് നല്ല രീതിയിൽ സെല് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ പുതിയ ജനറേഷനെയാണ് ഇത് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈലി ഗ്രോത്തും ഹൈലി പൊട്ടൻഷ്യലും നമുക്ക് ഈ മാർക്കറ്റിൽ ഉണ്ടാക്കിയെടുക്കാനും ഒരു സ്റ്റേബിൾ ആക്കാനും പറ്റും. മറ്റുള്ളതുണ്ടെങ്കിൽ ഇത് കൊണ്ടുവരുന്ന പല ആൾക്കാരുണ്ടാവും കേട്ടോ. കാരണം ഇനി എല്ലാവരും ഇതിലേക്ക് മാറും. കാരണം ഒരു ബില്ലിംഗ് സോഫ്റ്റ്വെയർ എത്രത്തോളം നിർബന്ധമുണ്ടോ അതുപോലെ നിർബന്ധമായിരിക്കും ഈ ഒരു സിസ്റ്റം B2B കേട്ടോ. ഞാൻ പറയുന്നത് എക്സ്പെഷ്യലി B2B ഭയങ്കരമായിട്ട് നിർബന്ധമാണ്. കാരണം അത്രയും ഒപ്റ്റിമൈസ് അത്രയും ഡീപ്പായിട്ട് ഇതിനെക്കുറിച്ചൊന്നും ഇപ്പോഴും ചിന്തിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ റീതിങ്ക് ചെയ്യണം എന്നാണ് ഞാൻ എല്ലാവരോടും പറയുന്നത്. കാരണം അത്രയും മാത്രം ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. അത് എത്രത്തോളം ഞാൻ ഇന്നത്തെ ആ ഒരു ആള് പറയുന്ന, ഞാൻ പറഞ്ഞല്ലോ ക്ലാസ് എന്ന് പറഞ്ഞ ആ ഒരു ആളെ പറയുന്ന ഫീലൊക്കെ ഉണ്ടല്ലോ, അത്യാവശ്യം വയസ്സൊക്കെ ആയിട്ടുണ്ടാക്കുക. ബട്ട് ആൾ പറയുന്ന ഒരു ഉണ്ട് അത്യാവശ്യം നല്ല വെൽത്തി ആയിട്ടുള്ള ആൾ തന്നെയാണ്. പക്ഷെ ആൾ പറയുന്ന ആ ഒരു ക്വാളിറ്റി അത് പറയുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് തോന്നിയ എല്ലാവർക്കും ഒരു ആവശ്യമുള്ളതാണ്. ഇതൊക്കെ ഒരു വേറുള്ള ആൾക്കാർ കേട്ട് കഴിഞ്ഞിട്ടെങ്കിലും ഇതിലേക്കെങ്കിലും വരണം. വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാവും. പക്ഷെ ഇതൊക്കെ ഉണ്ടാകുന്ന ആർക്കറിയോ? പണിയെടുക്കുന്നവർ മാത്രമേ. തീർച്ചയായും. കാരണം ഇത് ഉണ്ടാക്കിയിട്ടിട്ട് അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഒരു കാര്യം നടക്കൂല. എഫേർട്ട് എടുക്കാൻ തയ്യാറാണോ 100% സക്സസ് ആയി.